എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് മാളുകളിലും ഓഫീസ് പാർക്കുകളിലും ഹോട്ടലുകളിലും അപ്പാർട്ട്മെന്റുകളിലും ഒക്കെ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് നമുക്കൊരു പാസീവ് ഇൻകം, അതായത് ഒരു റെന്റൽ ഇൻകം എങ്ങനെ ഏൺ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതിനുവേണ്ടി നമ്മൾ ആദ്യം റിട്സിൽ ഇൻവെസ്റ്റ് ചെയ്യണം. റിട്സ് എന്ന് പറഞ്ഞാൽ റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെന്റ് ട്രസ്റ്റ്. അതൊരു ട്രസ്റ്റ് ആണ്. അതായത് നമ്മളെപ്പോലുള്ള ഇൻഡിവിജ്വൽ ഇൻവെസ്റ്റേഴ്സും ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സും ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സും ഒക്കെ റിട്സിൽ ഇൻവെസ്റ്റ് ചെയ്യും. അപ്പോൾ റിട്സിൽ ഓൾറെഡി ഉള്ള പ്രൊഫഷണൽ ആയിട്ടുള്ള അനലിസ്റ്റുകൾ അത് നേരിട്ട് റിയൽ എസ്റ്റേറ്റിൽ ഇൻവെസ്റ്റ് ചെയ്തു. അതായത് വലിയ വലിയ സിറ്റികളിൽ പോയി സ്ഥലം മേടിച്ചിട്ട് അവിടെ ബിൽഡിങ്ങുകൾ പണിയുകയോ അല്ലെങ്കിൽ ഓൾറെഡി ഉള്ള ബിൽഡിംഗ് മേടിക്കുകയോ ചെയ്തതിനു ശേഷം ഈ ബിൽഡിങ്ങുകളെല്ലാം മൾട്ടിനാഷണൽ കമ്പനിക്ക് ലീസിന് കൊടുക്കുന്നു. എന്തിനൊക്കെ വേണ്ടിയാണ്? ഓഫീസ് ആവശ്യങ്ങൾക്ക്, അതുപോലെ മാള്, ഹോട്ടൽ ആവശ്യങ്ങൾക്ക് വേണ്ടി അവർ ലീസിന് കൊടുക്കുന്നു. അപ്പം മന്ത്ലി റിട്സിന് ഒരു റെന്റ് ലഭിക്കുന്നുണ്ട്. അതായിരിക്കും അവർ റിട്ടേൺ. അപ്പം നമ്മൾ എത്ര രൂപയാണ് ഇൻവെസ്റ്റ് ചെയ്തത് അതിനനുസരിച്ച് നമുക്കും റിട്ടേൺ ലഭിക്കുന്നതായിരിക്കും. അപ്പം റിയൽ എസ്റ്റേറ്റിൽ നേരിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് പുറമെ അവർ റിയൽ എസ്റ്റേറ്റ് ഡെവലപ്പേഴ്സിന് ലോൺ കൊടുക്കുന്നുണ്ട്. ലോൺ കൊടുക്കുന്നതിന്റെ ഫലമായിട്ട് അവർക്ക് റിട്ടേൺ എന്തായിരിക്കും? ഇൻട്രസ്റ്റ് ആയിരിക്കും. മന്ത്ലി ഇൻട്രസ്റ്റ് കിട്ടും. ആ ഇൻട്രസ്റ്റ് ആയിരിക്കും അവരുടെ റിട്ടേൺ. ഇവർക്ക് ലഭിക്കുന്ന റിട്ടേണിൽ 90% ഇൻവെസ്റ്റേഴ്സിന് കൊടുക്കുമെന്നാണ് സെബിയുടെ റെഗുലേഷൻ അനുസരിച്ച് പറയുന്നത്. അപ്പം നമ്മൾ എന്തുകൊണ്ടാണ് റിട്സ് സെലക്ട് ചെയ്യാനുള്ള കാരണം? നമുക്ക് ഡൈവേഴ്സിഫിക്കേഷൻ പോസിബിൾ ആണ്. അപ്പം നമുക്കൊരു പർട്ടിക്കുലർ സ്റ്റോക്കിൽ മാത്രമല്ല നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്, അതുപോലെ നമുക്ക് റെഗുലർ ആയിട്ട് ഒരു ഇൻകം എപ്പോഴും വന്നുകൊണ്ടിരിക്കും. അതുപോലെ നമുക്ക് ലോങ് ടൈം ക്യാപിറ്റൽ അപ്രീസിയേഷൻ, അതായത് ഇപ്പം നമ്മളൊരു സ്ഥലം മേടിച്ചിട്ട് ഒരു ബിൽഡിംഗ് നിർമ്മിക്കുകയാണെങ്കിൽ ഓരോ വർഷം കൂടുമ്പോഴും നമുക്ക് അതിൻ്റെ പ്രൈസ് കൂടിയാണ് വരുന്നത്. ഇപ്പം നമ്മളിവിടെ കുറച്ച് ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മളവിടെ ഒരു ഷെയർ ഹോൾഡർ ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ഇക്വിറ്റി കമ്പയർ ചെയ്ത് നോക്കുമ്പോഴത്തേനും റിട്സിൻ്റെ ക്യാപിറ്റൽ അപ്രീസിയേഷൻ കുറവാണ്. അപ്പം ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്ന ചാർട്ട് എന്ന് പറഞ്ഞാൽ മോത്തിലാൽ ഓസ്വാളിൻ്റെ ചാർട്ടാണ്. അപ്പം അവരുടെ വ്യൂ അനുസരിച്ച് 2047 ആകുമ്പോഴത്തേനും റിയൽ എസ്റ്റേറ്റിൻ്റെ ഗ്രോത്ത് എന്ന് പറയുന്നത് ഏകദേശം ഒരു 9.5 ട്രില്യൺ ഡോളറായിട്ട് കൂടാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ 2017 തൊട്ട് 2047 ആകുമ്പോൾ CAGR ഗ്രോത്ത് എന്ന് പറയുന്നത് 17.42% കൂടാനുള്ള ചാൻസ് ആണ് വരുന്നത്. അപ്പം നമുക്ക് റിട്സിൽ എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാമെന്ന് ഒരു 4 കമ്പനി വെച്ചൊന്ന് കമ്പയർ ചെയ്ത് കണ്ടു നോക്കാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് നോക്കുന്ന കമ്പനി എന്ന് പറഞ്ഞാൽ എംബസി ഓഫീസ് പാർക്കാണ്. അപ്പോൾ എംബസി ഓഫീസ് പാർക്കിൻ്റെ ഒരു ഷെയറിൻ്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ 446 രൂപയാണ് വരുന്നത്. 5 വർഷത്തെ ഓൾ ടൈം ഹൈ പ്രൈസ് എത്രയായിരുന്നു? 453 ആയിരുന്നു. ലോ പ്രൈസ് എത്രയായിരുന്നു? 284 ആയിരുന്നു. 5 വർഷം തന്ന റിട്ടേൺ എത്രയാണ്? 28.84%. കമ്പനി ഒരു മിഡ് ക്യാപ് കമ്പനിയാണ്. അതായത് കമ്പനിയുടെ മാർക്കറ്റ് ക്യാപ്പ് നോക്കുവാണെങ്കിൽ 42,625 കോടിയാണ് വരുന്നത്. അതുപോലെ കമ്പനിയുടെ ഡിവിഡൻഡ് ഈൽഡ് എത്രയാണ്? 5.12% വരുന്നത്. സെക്ടർ PE വരുന്നത് 47 ആണ്. പക്ഷെ കമ്പനിയുടെ PE എത്രയാണ്? 26 ആണ്, കുറവാണ്. അതുപോലെ സെക്ടർ PB നോക്കുവാണെങ്കിൽ 3 ആണ്. കമ്പനിയുടെ PB എത്രയാണ് വരുന്നത്? 1.87 ആണ്, കുറവാണ് വരുന്നത്. അതുപോലെ അനലിസ്റ്റുകൾ ഈ സ്റ്റോക്ക് നമ്മൾ മേടിക്കാൻ വേണ്ടി റെക്കമെൻഡ് ചെയ്യുന്ന 94% അവർ റെക്കമെൻഡ് ചെയ്യുന്നത്. അതുപോലെ നെക്സ്റ്റ് ഫിനാൻഷ്യൽ അടുത്ത വർഷത്തെ കമ്പനിയുടെ പ്രൈസ് ഫോർകാസ്റ്റ് നോക്കുവാണെങ്കിൽ ഏറ്റവും കൂടിപ്പോകാൻ 11% കൂടി പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ കുറയാനോ 7%ആണുള്ളത്. അതുപോലെ കമ്പനിയുടെ റവന്യൂ ഫോർകാസ്റ്റ്, അടുത്ത വർഷത്തെ റവന്യൂ ഫോർകാസ്റ്റ് നോക്കുവാണെങ്കിൽ നല്ലൊരു റവന്യൂ ഫോർകാസ്റ്റ് നമുക്കിവിടെ കാണാൻ സാധിക്കും. അതുപോലെ ഏർണിംഗ് പെർ ഷെയർ ഫോർകാസ്റ്റ് നോക്കുവാണെങ്കിൽ അത് നമുക്കൊരു നെഗറ്റീവ് നല്ലതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. കമ്പനിയുടെ ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ നോക്കുവാണെങ്കിൽ പ്രൊമോട്ടേഴ്സ് ഹോൾഡ് ചെയ്തിരിക്കുന്ന ആകെ 7% മാത്രമാണ്. ഇതിൽ ഏറ്റവും കൂടുതൽ ഹോൾഡ് ചെയ്തിരിക്കുന്നത്, അതായത് ഷെയർ ഹോൾഡ് ചെയ്തിരിക്കുന്ന ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. അപ്പോൾ നമ്മൾ കമ്പനി ഒന്ന് സമ്മറൈസ് ചെയ്ത് നോക്കുവാണെങ്കിൽ കമ്പനിയുടെ പെർഫോമൻസ് ലോ ആണ് വരുന്നത്. 10 ഒരു 3.2 ആണ് വരുന്നത്. അതുപോലെ വാല്യുവേഷൻ ഹൈ ആണ്, കാരണം കമ്പനി ഓവർ വാല്യൂഡ് ആണ്. ഗ്രോത്തും ലോ ആണ് കാണിക്കുന്നത്. പക്ഷേ കമ്പനിയുടെ പ്രോഫിറ്റബിലിറ്റി ഹൈ ആണ്. അതുപോലെ എൻട്രി പോയിന്റ്, അതായത് നമുക്ക് സ്റ്റോക്ക് മേടിക്കാനുള്ള ചാൻസ് എന്ന് പറഞ്ഞാൽ ആവറേജ് ആണ്, നമ്മൾ കുറച്ച് കൂടുതലാണ് കമ്പനിയുടെ ഷെയറിന്റെ പ്രൈസ് വരുന്നത്. റെഡ് ഫ്ലാഗ് കമ്പനിക്ക് കമ്പാരിറ്റീവ്ലി കുറവാണ്. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്ന കമ്പനി എന്ന് പറഞ്ഞാൽ മൈൻഡ് സ്പേസ് ബിസിനസ് പാർക്കാണ്. കമ്പനിയുടെ ഇപ്പോൾ ഒരു ഷെയറിന്റെ വാല്യൂ എത്രയാണ്? 486 രൂപയാണ് വരുന്നത്. ഇപ്പം നമ്മൾ 5 വർഷത്തെ ഹൈ നോക്കുവാണെങ്കിൽ, പ്രൈസ് ഹൈ നോക്കുവാണെങ്കിൽ 482 ആണ്. ലോ നോക്കുവാണെങ്കിൽ 274 ആണ്. 5 വർഷത്തെ റിട്ടേൺ നോക്കുവാണെങ്കിൽ 48.06% ആണ് വരുന്നത്. കമ്പനി ഒരു സ്മോൾ ക്യാപ് കമ്പനിയാണ്. അതായത് മാർക്കറ്റ് ക്യാപ്പ് വരുന്നത് 29,298 കോടിയാണ്. അതുപോലെ കമ്പനി പ്രൊവൈഡ് ചെയ്ത ഡിവിഡൻഡ് ഈൽഡ് എന്ന് പറഞ്ഞാൽ 4.56%. സെക്ടർ PE 47 ആണ് വരുന്നത്. കമ്പനിയുടെ PE 61 ആണ് വരുന്നത്. അതുപോലെ PB നോക്കുവാണെങ്കിൽ സെക്ടർ 3.59 ആണ്. കമ്പനിയുടെ PB റേഷ്യോ എന്ന് പറഞ്ഞാൽ 1.98 ആണ്. 93% അനലിസ്റ്റ് ഇത് മേടിക്കാൻ വേണ്ടി, നമ്മളോട് ഈ സ്റ്റോക്ക് മേടിക്കാൻ വേണ്ടി നമുക്കവിടെ റെക്കമെൻഡ് ചെയ്യുന്നത്. അതുപോലെ കമ്പനിയുടെ പ്രൈസ് ഫോർകാസ്റ്റ്, അടുത്ത വർഷത്തെ പ്രൈസ് ഫോർകാസ്റ്റ് നോക്കുവാണെങ്കിൽ കൂടിപ്പോകാൻ ഒരു 12%, കുറയാനുള്ളത് 23% കാണിക്കുന്നത്. അതുപോലെ റവന്യൂ ഫോർകാസ്റ്റ്, കമ്പനിയുടെ നല്ലൊരു റവന്യൂ ഫോർകാസ്റ്റ് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ ഏർണിംഗ് പെർ ഷെയർ EPS ഫോർകാസ്റ്റും നല്ലൊരു ഫോർകാസ്റ്റ് നമുക്ക് കാണാൻ സാധിക്കും.
അതുപോലെ തന്നെ ഓവർവ്യൂ നോക്കുവാണെങ്കിൽ കമ്പനിയുടെ പെർഫോമൻസ് ആവറേജ് ആണ് വരുന്നത്, വാല്യുവേഷൻ ഹൈ ആണ്, ഓവർ വാല്യൂഡ് ആണ് വരുന്നത്, ഗ്രോത്ത് ലോ ആണ് വരുന്നത്, പ്രോഫിറ്റബിലിറ്റി ഹൈ ആണ് വരുന്നത്, എൻട്രി പോയിന്റ് അതായത് നമ്മൾ സ്റ്റോക്ക് മേടിക്കാനുള്ള സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ആവറേജ് ആണ് വരുന്നത്, കമ്പനിക്കും റെഡ് ഫ്ലാഗ് ആവറേജ് ആണ് വരുന്നത്. കമ്പനിയുടെ ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ നോക്കുവാണെങ്കിൽ ടോട്ടൽ പ്രൊമോട്ടർ ഹോൾഡിംഗ്സ് 64%, കൂടുതലും ഷെയർ ഹോൾഡ് ചെയ്യുന്ന അവരുടെ പ്രൊമോട്ടേഴ്സ് ആണ്. ഇനി നോക്കാൻ പോകുന്ന കമ്പനി നെക്സസ് ആണ്. നെക്സസിന്റെ ഒരു ഷെയറിന്റെ വാല്യൂ ഇപ്പൊ എത്രയാണ്? 161 രൂപയാണ്. 5 വർഷത്തെ ഓൾ ടൈം ഹൈ എത്രയായിരുന്നു? 168 ആയിരുന്നു. ലോ എത്രയായിരുന്നു? 103 ആണ്. 5 വർഷം തന്ന റിട്ടേൺ എത്രയാണ്? 56.23%. കമ്പനി ഒരു സ്മോൾ ക്യാപ് കമ്പനിയാണ്, അതായത് മാർക്കറ്റ് ക്യാപ്പ് വരുന്നത് 24,683 കോടിയാണ്. കമ്പനി പ്രൊവൈഡ് ചെയ്യുന്ന ഡിവിഡൻഡ് ഈൽഡ് 3.90% ആണ്. സെക്ടർ പി എത്രയാണ്? 47 വരുന്നത്. കമ്പനിയുടെ പി എത്രയാണ്? 51 വരുന്നത്, ഇച്ചിരി കൂടുതലാണ്. സെക്ടർ പി ബി നോക്കുവാണെങ്കിൽ 3 വരുന്നത്. കമ്പനിയുടെ പി ബി എത്രയാണ് വരുന്നത്? 1.75 വരുന്നത്. അൺലിസ്റ്റ് 100% ഈ ഷെയർ മേടിച്ചുകൊള്ളാനാണ് നമുക്ക് റെക്കമെൻഡ് ചെയ്യുന്നത്. അടുത്ത വർഷത്തെ പ്രൈസ് ഫോർകാസ്റ്റ് നോക്കുവാണെങ്കിൽ 16% കൂടാനുള്ള ചാൻസ് ഉണ്ട്, ഒരു 4% കുറയാനുള്ള ചാൻസ് ഉണ്ട്. റവന്യൂ ഫോർകാസ്റ്റും ഒരു നല്ല റവന്യൂ ഫോർകാസ്റ്റ് ആണ്. അതുപോലെ തന്നെ ഏണിംഗ് പെർ ഷെയർ ഫോർകാസ്റ്റും നല്ല ഏണിംഗ് പെർ ഷെയർ ഫോർകാസ്റ്റ് ആണ്. അതുപോലെ തന്നെ ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ നോക്കുവാണെങ്കിൽ പ്രൊമോട്ടേഴ്സ് ഹോൾഡ് ചെയ്യുന്ന 22%, കൂടുതലും റീറ്റെയിലേഴ്സും അതേഴ്സും ആണ് കൂടുതലും ഷെയർ ഹോൾഡ് ചെയ്യുന്നത്. കമ്പനി ഓവർവ്യൂ നോക്കുവാണെങ്കിൽ പെർഫോമൻസ് കമ്പനിയുടെ ലോ ആണ്, അതുപോലെ വാല്യുവേഷൻ ഹൈ ആണ്, ഓവർ വാല്യൂഡ് ആണ് കാണിക്കുന്നത്, ഗ്രോത്ത് ലോ ആണ്, പ്രോഫിറ്റബിലിറ്റി ഹൈ ആണ് കാണിക്കുന്നത്, എൻട്രി പോയിന്റ് കൂട്ടുക, അതായത് നമുക്ക് ഈ സമയത്ത് കമ്പനിയുടെ സ്റ്റോക്കിന്റെ വാല്യൂ കുറവാണ്, നമുക്ക് മേടിക്കാൻ പറ്റിയ ടൈമാണ്, സ്റ്റോക്ക് മേടിക്കാൻ പറ്റിയ ടൈമാണ്. റെഡ് ഫ്ലാഗും കമ്പനിക്ക് ലോ ആണ് വരുന്നത്. നമ്മൾ ലാസ്റ്റ് നോക്കുന്ന കമ്പനി എന്ന് പറഞ്ഞാൽ ബ്രോക്ക്ഫീൽഡ് ഇന്ത്യ റിയൽ എസ്റ്റേറ്റ് ആണ്. ഒരു ഷെയറിന്റെ വാല്യൂ എത്രയാണ്? 331 രൂപയാണ്. 5 വർഷത്തെ ഓൾ ടൈം ഹൈ എത്രയാണ്? 355 ആണ്. ലോ വരുന്നത് 215 ആണ്. റിട്ടേൺ 5 വർഷം തന്ന റിട്ടേൺ എത്രയാണ്? 24.18%. കമ്പനി ഒരു സ്മോൾ ക്യാപ് കമ്പനിയാണ്, അതായത് മാർക്കറ്റ് ക്യാപ്പ് എന്ന് പറയുന്നത് 21,374 കോടിയാണ് വരുന്നത്. കമ്പനി പ്രൊവൈഡ് ചെയ്ത ഡിവിഡൻഡ് ഈൽഡ് എത്രയാണ്? 5.47%. സെക്ടറിൽ പി എന്ന് പറഞ്ഞാൽ 47 ആണ്. കമ്പനിയുടെ പി എന്ന് പറഞ്ഞാൽ 115 വരുന്നത്. അതുപോലെ സെക്ടർ പി ബി എത്രയാണ്? 3 വരുന്നത്. കമ്പനിയുടെ 1 വരുന്നത്. അൺലിസ്റ്റ് റെക്കമെൻഡ് ചെയ്യുന്ന 94% ഈ സ്റ്റോക്ക് മേടിക്കാൻ വേണ്ടി. അതുപോലെ പ്രൈസ് ഫോർകാസ്റ്റ് നോക്കുവാണെങ്കിലോ കമ്പനിയുടെ പ്രൈസ് ഫോർകാസ്റ്റ് കൂടാനുള്ള ചാൻസ് 20, കുറയാനുള്ള ചാൻസ് ഒരു 13%. അതുപോലെ റവന്യൂ ഫോർകാസ്റ്റ് നോക്കുവാണെങ്കിലും കമ്പനിക്ക് നല്ലൊരു റവന്യൂ ഫോർകാസ്റ്റ് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ EPS ഏണിംഗ് ഗ്രോത്ത് ഫോർകാസ്റ്റ് നോക്കുവാണെങ്കിൽ നല്ലൊരു ഫോർകാസ്റ്റ് കാണാൻ സാധിക്കും. അതുപോലെ കമ്പനിയുടെ ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ നോക്കുവാണെങ്കിൽ പ്രൊമോട്ടേഴ്സ് 25% ഷെയർ ഹോൾഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ റീറ്റെയിലേഴ്സും 25% ഷെയർ ഹോൾഡ് ചെയ്തിട്ടുണ്ട്. പ്രൊമോട്ടേഴ്സും റീറ്റെയിലേഴ്സുമാണ് കൂടുതൽ ഷെയർ ഹോൾഡ് ചെയ്തിരിക്കുന്നത്. കമ്പനിയുടെ ഓവർ ആയിട്ട് നമ്മൾ ഓവർവ്യൂ ഒന്ന് സമ്മറൈസ് ചെയ്ത് നോക്കുവാണെങ്കിൽ പെർഫോമൻസ് ലോ ആണ് വരുന്നത്, അത് വാല്യുവേഷൻ ഹൈ, ഓവർ വാല്യൂഡ് ആണ് വരുന്നത്, ഗ്രോത്തും ലോ ആണ്, പ്രോഫിറ്റബിലിറ്റി എന്ന് പറഞ്ഞാൽ ഹൈ ആണ് വരുന്നത്, എൻട്രി പോയിന്റ് ഗുഡ് ആണ്, നമുക്കിപ്പോൾ മേടിക്കാൻ പറ്റിയ ഒരു ചാൻസ് ആണ്. കമ്പനിയുടെ റെഡ് ഫ്ലാഗും കമ്പനിക്ക് കുറവാണ്. നമുക്കിനി 4 കമ്പനി ഒന്ന് സമ്മറൈസ് ചെയ്ത് നോക്കുവാണെങ്കിൽ നമുക്കൊരു 5 ഇയർ റിട്ടേണിന്റെ ബേസിസിൽ മൈൻഡ് സ്പേസും നെക്സസും കമ്പാരിറ്റീവ്ലി ഓക്കെ ആണ്. അതുപോലെ നമുക്കൊരു ഡിവിഡൻഡ് ഈൽഡിന്റെ ബേസിസ് നോക്കുവാണെങ്കിൽ ബ്രോക്കിഫീൽഡും എംബസി ഓഫീസും മറ്റു രണ്ടിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോഴത്തേനും ബെറ്റർ ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ നെക്സസിന്റെയും ബ്രോക്കിഫീൽഡിന്റെ എൻട്രി പോയിന്റ് കൂട്ടാണ്, അതായത് നമുക്കിപ്പം അവരുടെ സ്റ്റോക്ക് കുറഞ്ഞ പ്രൈസിൽ മേടിക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ പ്രൈസിന്റെയും റവന്യൂവിന്റെയും EPSന്റെയും ഗ്രോത്ത് വെച്ച് നോക്കുമ്പോൾ നെക്സസ് ആണ് കമ്പാരിറ്റീവ്ലി ബെറ്റർ. എൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ പറയുവാണെങ്കിൽ നെക്സസ് ആണ് കമ്പാരിറ്റീവ്ലി ബെറ്റർ ആയിട്ട് നിൽക്കുന്നത്. ഈ വീഡിയോ ഞാനിപ്പം ചെയ്ത് ഒരിക്കലും ഒരു സ്റ്റോക്ക് റെക്കമെൻഡേഷൻ ഒരു എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രമാണ്.